മായ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മായ പറഞ്ഞത് അതിന് താൻ എന്തു മറുപടി നൽകും? അവൻ ബാഗുകൾ താഴെയിട്ട് തളർച്ചയോടെ ഇരുന്നു. ഇവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഉരുണ്ടു ചാടിക്കൊണ്ടിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന മായ അവളുടെ കയ്യിൽ ബാഗും കണ്ടപ്പോൾ ഇന്ദ്രൻ ചാടി എണീറ്റു. അവളുടെ കണ്ണിൽ അപ്പോൾ കണ്ണീരിനു പകരം തീ ആളുന്നത് പോലെ തോന്നി ഇന്ദ്രന്. വല്ലാത്തൊരു ക്രൂരഭാവം അവളിൽ ഉണ്ടായിരുന്നു. അവനെ നോക്കാതെ അവൾ പുറത്തേക്ക് നടന്നു. അമ്മു, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് പോ പ്ലീസ്. അവൻ അവളുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് യാചന രൂപത്തിൽ കൈകൂമ്പി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമാണ്. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്നെ അന്വേഷിച്ച് ശല്യം ചെയ്യരുത്. ഇപ്പോൾ ഈ ലോകത്ത് എൻ്റെ ശത്രു നിങ്ങൾ മാത്രമാണ്. നിങ്ങളെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഇനി ജീവിക്കുന്നതിനും ഭേദം മരണമാണ്. അമ്മയോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ നിങ്ങൾ മേടിച്ചതൊന്നും എടുത്തിട്ടില്ല, ഒന്നും. ഇന്ദ്രനെ അവൾ കത്തുന്ന നോട്ടം നോക്കിയ ശേഷം ബാഗുമായി പുറത്തേക്ക് നടന്നു. ഇന്ദ്രൻ കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നുപോയി. അവൻ്റെ തലയിൽ ഒരു മൂളിച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മായ ബാഗുമായി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ കയറിയപ്പോൾ അവളുടെ മനസ്സിൽ കൺവെറ്റും മന്ത്രവും മാത്രം തെളിഞ്ഞിരുന്നു. ഇന്ദ്രൻ റോട്ടിലേക്ക് ഇറങ്ങി ഓടി വരുമ്പോഴേക്കും മായ പോയിരുന്നു. പെട്ടെന്ന് ഫോണെടുത്തു അർജുനെ വിളിച്ചു. എടാ, നീ എവിടെയാ? എന്താടാ നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നോ? വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്, മായ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവൾ എന്നെ ഇട്ടിട്ട് പോയടാ. ഞാൻ ഇതാ എത്തി, നീ വിഷമിക്കാതെ. മായയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചു. ഇനി എന്താ എന്ന തോന്നൽ ഇന്ദ്രൻ ആയത്തിലേക്ക് തള്ളിയിട്ടു. അവൻ മരിച്ചവനെ പോലെ സാവധാനം വീടിൻ്റെ അകത്തേക്ക് നടന്നു. അർജുൻ വരുമ്പോൾ ഇന്ദ്രൻ സെറ്റിയിൽ കണ്ണുമടച്ച് ചാഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അർജുനനെ വേദനയോടെ നോക്കി. ഇന്ദ്രൻ്റെ കണ്ണുകൾ കലങ്ങിയതുപോലെ ചുവന്നിരുന്നു. അർജുൻ അനുകമ്പയോടെ ഇന്ദ്രനെ അടുത്തു വന്നിരുന്നു. ഇന്ദ്ര, നീ അങ്ങനെ ഇരുന്ന പ്രശ്നങ്ങൾ തീരുമോ? നോക്ക്, നീ എണീക്ക്. നമുക്ക് മായയെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഇവിടെ തിരിച്ചെത്തിക്കണം. ഇല്ലെങ്കിൽ അർജുൻ, അതെനിക്കറിയാം. അമ്മ എവിടെ? അറിയില്ല. ഞാൻ വരുമ്പോൾ മായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാ, മായ ചിലപ്പോൾ ധന്യയുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാം. മായയെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ആ നിമിഷം അവൻ്റെ ജീവൻ ഞാൻ എടുക്കും. എന്നിട്ട് അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കും. ഇപ്പോൾ അതേപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. വാ, പോവാം. മായ കോൺവെന്റിൽ ഇറങ്ങി ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് ബാഗുമായി മുന്നോട്ട് നടന്നു. അവളുടെ മനസ്സിൽ ഇന്ദ്രനോടുള്ള ദേഷ്യം ഉരുണ്ടു കൂടി. അവൾ മദറിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. മദർ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് മായയെ കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മായയെ കണ്ടപ്പോൾ മദർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. മോളെ, സുഖാണോ? അവളുടെ തലമുടി തഴുകിക്കൊണ്ട് മദർ ചോദിച്ചു. ഉത്തരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അവളെ അടർത്തി മാറ്റി മദർ അതിശയത്തോടെ അവളെ നോക്കി. അവളുടെ മുഖം വാടിയു കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതും കണ്ടപ്പോൾ മദർ വേദനയോടെ അവളുടെ മുഖം കയ്യിലെടുത്തു. എന്തു പറ്റി മോളെ? അവൾ ഒന്നും പറയാതെ കരച്ചിൽ അമർത്തി മദറിനെ നോക്കി. മോളെ എൻ്റെ റൂമിലേക്കിരിക്ക്, ഞാനിപ്പോൾ വരാം. ഫാദറിനെ ഒന്ന് കാണട്ടെ, ആവശ്യമുണ്ട്. മായ അതിനെ തല കുലുക്കി സമ്മതിച്ചിട്ട് മദറിൻ്റെ റൂമിലേക്ക് നടന്നു. മദർ നേരെ ഓഫീസ് റൂമിലേക്ക് നടന്നു. ഫാദർ, വരൂ സിസ്റ്റർ. ഫാദർ ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. ഫാദർ, എനിക്കൊരു കോൾ ചെയ്യണം. അതിനെന്താ, വിളിച്ചോളൂ. മദർ ഇന്ദ്രൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അർജുൻ്റെ കാറിൽ ധന്യയുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴാണ് കോൾ വരുന്നത്. അൺലോക്ക് നമ്പർ എന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ അർജുനെ നോക്കി. എടുക്ക്, ആരാണ് നോക്ക്. ഇന്ദ്രൻ ആൻസർ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്തു. ഹലോ ഇന്ദ്ര, ഞാനാണ് മദർ. ഇന്ദ്രൻ അർജുൻ്റെ കയ്യിൽ പിടിച്ചു. അർജുൻ നെറ്റിയിൽ ചുളിച്ച് സംശയത്തോടെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ദ്ര, മായ ഇവിടെയുണ്ട്. എന്താ പ്രശ്നം? മായ അവിടെയുണ്ടോ? അർജുൻ കാർ സൈഡ് ഒതുക്കി നിർത്തി ഇന്ദ്രനോട് ആരാന്ന് കൈകൊണ്ട് ചോദിച്ചു. മദർ, മായ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇന്ദ്രനോട് മായ വന്ന കാര്യം പറയാനും പ്രശ്നം എന്താണെന്ന് അറിയാനും കൂടിയാണ് ഞാൻ വിളിച്ചത്.
ഇന്ദ്രൻ മദറിനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മദർ സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങി. ഇന്ദ്ര, ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഒന്ന് മോളോട് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോൾ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ? ഇന്ദ്രൻ മോനെ, എല്ലാം ദൈവം കാണുന്നുണ്ട്. ആ നാഥൻ പാപികളെ ഒരിക്കലും വെറുത്തിട്ടില്ല. നിന്നെയും ഒരിക്കലും തള്ളിക്കളയാൻ ദൈവത്തിന് കഴിയില്ല. കാരണം നിന്റെ തെറ്റുകൾ നിനക്ക് നന്നായി അറിയാം. പ്രായശ്ചിത്തത്തേക്കാൾ വലിയ ബലി ഈ ലോകത്തില്ല. എല്ലാം നല്ലതിനായി ഭവിക്കാൻ പ്രാർത്ഥിക്കാം. മദറിൻ്റെ കോൾ കട്ട് ആയപ്പോൾ ഇന്ദ്രൻ അർജുനോട് മദർ പറഞ്ഞ മൊത്തം പറഞ്ഞു കേൾപ്പിച്ചു. എനിക്ക് മായയെ കാണാതിരിക്കാൻ വയ്യടാ. അവൾ എന്നെ കൊന്നോട്ടെ, എന്നാലും എനിക്ക് സന്തോഷ. നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്കറിയാം നിന്റെ അവസ്ഥ. പക്ഷേ ഇന്ദ്ര, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന മായയുടെ നില തെറ്റും. എടാ, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? എനിക്ക് കുറച്ച് സമാധാനം വേണം. വീട്ടിലേക്ക് പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അമ്മയോട് എന്തു പറയും? നീയും മായയും മാറി നിന്ന അമ്മയ്ക്ക് ഡൗട്ടടിക്കും. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ, ഞാനും വരാം. മായ അമ്മായിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞാൽ മതി. എല്ലാം ശരിയാവും. ഞാൻ മായയെ നിനക്ക് കൊണ്ടുതരും. ഇന്ദ്രൻ എല്ലാം കേട്ട് ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അനിൽ ഫ്ലാറ്റിലെത്തി അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എടാ, ഞാൻ നീ പറഞ്ഞത് പോലെ ചെയ്തു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃത്യം അവൻ വന്നു. അതുകൊണ്ട് അവൾക്ക് എന്തു പറ്റിയെന്ന് അറിയാൻ പറ്റിയില്ല. നീ അന്വേഷിക്ക്, എന്നിട്ട് അടുത്ത നിന്റെ പദ്ധതി നടപ്പിലാക്ക്. എനിക്ക് അവളെ വേണം. നിനക്ക് വേണോ? യെസ്. അവളുടെ ദേഹത്തെ ചന്ദനത്തിൻ്റെ മണം എനിക്ക് ആവോളം ആസ്വദിക്കണം. എനിക്ക് ഓഫീസിൽ അവൾ അടുത്ത് വരുമ്പോൾ എൻ്റെ പൊന്നു അനി, എൻ്റെ എല്ലാം. അവർ പരസ്പരം ഫോണിലൂടെ ഉറക്കെ ചിരിച്ചു. അവളെ നമ്മൾ ഒന്ന് തൊട്ട് നക്കിട്ടേ അവന് കൊടുക്കൂ. അത് പോട്ടെ. ദേവി വിളിച്ചോ? ഇല്ലടാ, അവൾ മുങ്ങിയെന്നാ തോന്നുന്നേ. ആ പണ്ടാരം എവിടെയെങ്കിലും പോട്ടെ. എനിക്ക് ഇപ്പോൾ മായയെ പറ്റി ഓർക്കാനാണ് ഇഷ്ടം. അവളുടെ ആ ഓഹോ എന്നാണ് എൻ്റെ മോനെ. അവരുടെ ദുഷിച്ച നാവ് കൊണ്ട് പിന്നെയും മായയുടെ ശരീരത്തെ വർണ്ണിക്കാനും കൊത്തിപ്പറിക്കാനും തുടങ്ങി. സിസ്റ്റർ റൂമിലേക്ക് നടക്കുമ്പോൾ എങ്ങനെ മായയെ സമാധാനിപ്പിക്കുമെന്നുമായിരുന്നു ചിന്ത. സിസ്റ്റർ റൂമിലെത്തിയപ്പോൾ ജനൽ അഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മായയാണ് കാണുന്നത്. സിസ്റ്റർ തോളിൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകൾ കലങ്ങി മുഖം വീങ്ങിയും ഇരിക്കുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ വേദന തോന്നി. മോളെ. സിസ്റ്ററിൻ്റെ വിളി കാത്തു നിന്നപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതുവരെ പിടിച്ചു വെച്ച മൊത്തം കണ്ണീരും അവൾ ഒഴുകിക്കളഞ്ഞു. സിസ്റ്റർ തടയാൻ നിന്നില്ല. കരയട്ടെ എന്ന് കരുതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളെ നഷ്ടമാവുമെന്നും അവൾക്ക് തന്നെ സിസ്റ്റർക്ക് അറിയാം. അവരുടെ കൈ അവളുടെ മുടി തഴുകിക്കൊണ്ടിരുന്നു. ഏറെ നേരം അവളും സിസ്റ്ററും അങ്ങനെ തന്നെ നിന്നു. അവസാനം കണ്ണീരും വറ്റിക്കഴിഞ്ഞുവെന്ന് തോന്നിയപ്പോൾ മായ സിസ്റ്ററിൽ നിന്നും മാറി നിന്നു. മോളെ, പറ, എന്താണ് പ്രശ്നം? മായ. അനിൽ വന്നതും അവൻ ഇന്ദ്രനെ പറ്റി പറഞ്ഞതും സിസ്റ്ററെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരെയും അയാൾ ചതിച്ചു. എൻ്റെ അപ്പു ഇതറിഞ്ഞാൽ അയാളെയും കൊല്ലും. അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഇന്ദ്രനെ കേൾക്കാൻ മോള് ശ്രമിച്ചില്ലല്ലോ. അയാൾക്കും പറയാനുണ്ടാവും ചിലത്. എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ നീ അനുഭവിച്ചതും നിൻ്റെയും അപ്പുവിൻ്റെയും അമ്മ തന്നെയല്ലേ ഞാൻ. മോളെ, ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കേട്ടതെന്നും അറിയാം. അത് നീ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഇന്ദ്രനിൽ നിന്നുമാവുമ്പോൾ വേദന കൂടും. തെറ്റി അമ്മേ. ഇനി അയാളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. അമ്മക്കറിയോ ഞാൻ അന്ന് അനുഭവിച്ച വേദന? ആരാണ് എന്നെ ഉപയോഗിച്ചതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു പെണ്ണ് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം അയാൾ ഒരു നിമിഷത്തെ വാശിക്കു വേണ്ടി. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എൻ്റെ മുന്നിൽ നാടകം കാണിക്കാൻ അയാൾക്ക് അങ്ങനെ കഴിഞ്ഞു. എല്ലാം എനിക്കറിയാലോ. അമ്മ പറഞ്ഞത് ശരിയാണ്. ഈ ലോകത്ത് എൻ്റെ അച്ഛയും അപ്പവും കഴിഞ്ഞ് ഏറ്റവും ഞാൻ സ്നേഹിച്ചത് ആ ചതിയനെയാണ്. മോളെ, നീ സമാധാനിക്ക്. എല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്. അമ്മയുടെ പ്രാർത്ഥന എന്നും നിൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അപ്പുവിനോടൊന്ന് സംസാരിക്കണം. ഞാൻ ഇപ്പോൾ ശരിക്കും ഒറ്റയ്ക്കായി. അവൾ വിതുമ്പിക്കൊണ്ട് മുഖം പൊത്തി.
സിസ്റ്റർ ശില പോലെ നിന്നു. തൻ്റെ പ്രാണനാണ് കരയുന്നത്. തൻ്റെ മകനെപ്പോലെ സ്നേഹിക്കുന്ന ഇന്ദ്രനെ തള്ളിക്കളയാനും തനിക്ക് എങ്ങനെ കഴിയും? കർത്താവേ, ഈ വേദന നീ കാണുന്നില്ലേ? സിസ്റ്റർ മുറിയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗ്രൂസിത രൂപത്തിലേക്ക് നോക്കി ചോദിച്ചു. കരയുന്നതെന്ന് പറയാൻ പോലും ആവാതെ കുറേ നേരം കൂടി അവിടെ നിന്ന ശേഷം സിസ്റ്റർ പുറത്തേക്ക് നടന്നു. വീണ്ടും ഓഫീസിൽ റൂമിലേക്ക് നടന്നു. ഫാദറിനോട് നടന്ന സംഭവങ്ങൾ സിസ്റ്റർ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത്. ഫാദർ ആലോചനയ്ക്കൊടുവിൽ സിസ്റ്ററിനോട് പറഞ്ഞു. അതുതന്നെയാണ് ഞാനും ആലോചിച്ചത്. എന്നാൽ ടൈം കളയണ്ട. സിസ്റ്റർ ഫോണിൽ അപ്പുവിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. അപ്പു ഫോൺ കട്ട് ചെയ്ത് അവൻ്റെ ഓഫീസ് റൂമിൽ നിന്നും വേഗം ഇറങ്ങി MD കാണാൻ ഓടി. അകത്ത് നിന്നും അനുവാദം കിട്ടിയപ്പോൾ അപ്പു അകത്തേക്ക് ധൃതിയിൽ കയറി ചെന്നു. അവൻ്റെ വെപ്രാളം കണ്ടപ്പോൾ തന്നെ MDക്ക് എന്തോ പന്തികേട് തോന്നി. എന്തു പറ്റി? നിങ്ങൾക്ക് സുഖമില്ലേ? എനിക്ക് നാട്ടിൽ പോകണം. എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ. ഇപ്പോൾ നാട്ടിൽ നിന്നും മറിഞ്ഞതാണ്. ധൈര്യമായി പോയി വരൂ. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എത്ര ദിവസം ലീവ് വേണം? MD അപ്പുവിനെ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവനെ യാത്രയാക്കി. കാറിൽ പോരുമ്പോൾ തന്നെ കൊച്ചിയിലേക്കുള്ള 3 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ബാഗുമായി അപ്പു വേഗം അവരുടെ ഫ്ലാറ്റിലേക്ക് കുതിച്ചു. അവൻ ചെല്ലുമ്പോൾ അച്ചു കുഞ്ഞിന് ഫുഡ് കൊടുക്കുകയായിരുന്നു. ഇന്നെന്താ നേരത്തെ? അവനെ ആ സമയത്ത് കണ്ടപ്പോൾ അതിശയത്തോടെ അച്ചു ചോദിച്ചു. അല്ലെങ്കിൽ പാതിരാത്രിയാണ് അപ്പുവിൻ്റെ വരവ്. ഇനി അച്ചുവിന് ഓഫാണ്. അതാണ് പകൽ അച്ചുവും വീട്ടിലുള്ളത്. കുഞ്ഞിനെ സ്കൂളിൽ നിന്നും സ്കൂൾ ബസ്സിൽ നിന്നും അച്ചുവിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കാറാണ് പതിവ്. കുഞ്ഞു കയ്പ് നിർത്തി അപ്പുവിനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്കോടി. കണ്ടോ? അച്ചയെ കണ്ടപ്പോൾ കയ്പ് നിർത്തി. ഇതും കൂടി കഴിച്ചിട്ട് അച്ചയും മോളും കളിക്കുവോ? തല കുത്തി മറിയോ ചെയ്തോ? അതും പറഞ്ഞ് അച്ചു പ്ലേറ്റും കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പു കുഞ്ഞിനെ വാരിയെടുത്ത് കുഞ്ഞിനെയും കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. അപ്പോഴാണ് അച്ചു അപ്പുവിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. എന്തു പറ്റി ഏട്ടാ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അച്ചു, നമ്മൾ നാട്ടിലേക്ക് ഇന്ന് രാത്രി തന്നെ പോകുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം റെഡിയാക്ക്. എന്തിന്? നാട്ടിലെന്താ? ആർക്കെങ്കിലും വല്ല അത്യാഹിതവും? ആ പറ്റി. ആർക്കാ? അവൾ ഞെട്ടലോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൻ സിസ്റ്റർ പറഞ്ഞത് മൊത്തം അച്ചുവിനോട് പറഞ്ഞു. ഇത്രേ ഉള്ളോ? അതിനിപ്പോൾ ഞാനും കുഞ്ഞും എന്തിനാ? ഏട്ടൻ പോയി എല്ലാം റെഡിയാക്കിയിട്ട് വാ. അച്ചു, നിനക്ക് ഇതൊക്കെ ഇപ്പോൾ നിസ്സാരമാണോ? എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ സഹിക്കില്ല. മതി, നിർത്ത്. നിങ്ങളുടെ ഒരു ചേച്ചി. എന്താടി, എൻ്റെ ചേച്ചി നിന്നെ വല്ലതും ചെയ്തോ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും മോളും പോവും. എൻ്റെ മോളെ എങ്ങും കൊണ്ടുപോണ്ട. നിൻ്റെ മോളോ? എൻ്റെ ചേച്ചിയുടെ മോള്. അല്ല അല്ല അല്ല, എൻ്റെയും ഏട്ടൻ്റെയും മോള്. എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ടെടുത്ത് ആർക്കെങ്കിലും കൊടുക്കാനാണ് പ്ലാനെങ്കിൽ പിന്നെ ഞാനില്ല. അവൾ പ്ലേറ്റ് താഴേക്ക് ദേഷ്യത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അപ്പുവും കുഞ്ഞും താഴെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ചോറിലേക്ക് നോക്കിയിരുന്നു. അപ്പു കുഞ്ഞിന് TV-യിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ ഡോർ അകത്ത് നിന്നും അച്ചു കുറ്റിയിട്ടിരുന്നു. ഡോർ ആഞ്ഞടച്ചുകൊണ്ട് അപ്പു അച്ചുവിനെ വിളിച്ചു. അച്ചു, ഡോർ തുറക്ക്, എനിക്ക് സംസാരിക്കണം. അകത്ത് നിന്നും പ്രതികരണം കിട്ടാതെ വന്നപ്പോൾ അപ്പു വാതിൽ ആഞ്ഞു ചവിട്ടി തുടങ്ങി. അത് അറിഞ്ഞിട്ടാവണം. അച്ചു വാതിൽ തുറക്കാൻ കുറ്റിയെടുത്തു. അത് മനസ്സിലാക്കി അപ്പു ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു. അച്ചുവിൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ അപ്പുവിന് നെഞ്ചു പിടഞ്ഞു. അവളെ വാരി പുണർന്നു. എന്താ എൻ്റെ അച്ചുവിൻ്റെ പ്രശ്നം? അതുവരെ പിടിച്ചു വെച്ച എല്ലാ സങ്കടവും അപ്പുവിൻ്റെ ഒറ്റ ചോദ്യത്തിൽ അലിഞ്ഞു പോയത് പോലെ തോന്നി അവൾക്ക്. ഏട്ടാ, പറ. ഏട്ടന് എൻ്റെ അച്ചുവിൻ്റെ വിഷമം അറിഞ്ഞേ പറ്റൂ. അവളെ വിട്ട് മാറാതെ അപ്പു പറഞ്ഞു. എനിക്കെൻ്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല അച്ചു. അതിന് ഞാൻ പറഞ്ഞോ കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കാനാണെന്ന്? എനിക്കറിയാം. ചേച്ചിയുടെ വിഷമം കാണുമ്പോൾ അതിന് മരുന്നായി എൻ്റെ മോളെ കൂടെ നിർത്താൻ പറയും. പിന്നെന്താ? അച്ചു, ഇപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. എൻ്റെ ചേച്ചി ആകെ തകർന്നിരിക്കുകയാണ്. അത് നീ മറന്നു. അതിൽ ഞാൻ നിന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല.
കാരണം അത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ മാത്രം. നിനക്ക് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അവനിൽ നിന്നും അടർന്നു മാറി അവൾ പൊട്ടിക്കരഞ്ഞ് ബെഡിലേക്കിരുന്നു. ഏട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. എൻ്റെയും കൂടി ചേച്ചിയാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല. അത് ഒഴിച്ചും എന്തു പറഞ്ഞോ ഏട്ടാ, പ്ലീസ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണു. അച്ചു അവളെ പിടിച്ചെണീപ്പിച്ച് ബെഡിലേക്കിരുത്തി. അച്ചു, നിനക്ക് വട്ടുപിടിച്ചോ? എന്താ നീ ഇങ്ങനെ? എനിക്ക് അറിയില്ല ഏട്ടാ. എനിക്കൊരു കുഞ്ഞിനെ ഏട്ടന് തരാനുള്ള കഴിവില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നോ? എൻ്റെ അച്ചു, അത് ഡോക്ടർ പറഞ്ഞതെന്ന് കരുതി എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവും ഉണ്ടാവില്ല. ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞും ഞാനും ഏട്ടൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ടാണ്. കുഞ്ഞു പോയാൽ ഏട്ടൻ എന്നെ വെറുക്കും, എനിക്കുറപ്പുണ്ട്. അച്ചു, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോണം. എൻ്റെ ചേച്ചിക്ക് ആരുമില്ല. നിനക്ക് എൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നത് പേടി, എനിക്ക് എൻ്റെ ചേച്ചി നഷ്ടപ്പെടുന്നതും പേടി. ഇപ്പോൾ എൻ്റെ പ്രസൻസ് ചേച്ചിക്കൊപ്പം വേണം. നീയും കുഞ്ഞും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ല, നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോവും. അവൻ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അച്ചു കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. അർജുൻ വണ്ടി പോർച്ചിൽ നിർത്തിയിട്ട് ഇന്ദ്രനെ നോക്കി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സീറ്റിൽ ചാഞ്ഞു കിടക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ അർജുൻ വേദനയോടെ തോളിൽ തട്ടി. എത്തിയോ? കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ചോദിച്ചു. ഇറങ്ങ്, അമ്മ വന്നു. പോർച്ചിൽ കിടക്കുന്ന കാറിലേക്ക് നോക്കി പറഞ്ഞിട്ട് അർജുൻ ഡോർ തുറന്ന് കോളിംഗ് ബെൽ അമർത്തി. അപ്പോഴേക്കും ഇന്ദ്രൻ വന്നു. ഇന്ദ്ര, എല്ലാം ശരിയാവും. നീ ഇങ്ങനെ ആവാതെ. അമ്മ അറിഞ്ഞ ഇവിടെ ഭൂകമ്പമുണ്ടാവും. ഇലക്കും മുള്ളിനും കേടില്ലാതെ വേണം ഇത് പരിഹരിക്കാൻ. ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ രജനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ വാവേ, നീ എപ്പോഴാ വന്നേ? മോളെ കണ്ടോ? ഞാൻ വിളിച്ചോട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അമ്മേ, മായയെ ഇപ്പോൾ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ്. മായെ, അമ്മാവന് സുഖമില്ല, അമ്മായി വിളിച്ചു. കഷ്ടായി, നമുക്കൊന്ന് പോണ്ടേ മോനെ? ഇന്ദ്രനെ നോക്കി രജനി ചോദിച്ചു. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. ഇന്ദ്രൻ രജനിക്ക് മുഖം കൊടുക്കാതെ വേഗം മുറിയിലേക്ക് പോയി. അർജുൻ, സത്യം പറ, മോള് വയക്കിട്ട് പോയതാണോ? അർജുൻ ഒന്ന് ഞെട്ടി. അതെന്നാ അമ്മ അങ്ങനെ പറഞ്ഞേ? അവൻ്റെ മുഖം കടുന്നൽ കുത്തിയതുപോലെയുണ്ട്, അതാ ചോദിച്ചേ. ഓ, അതാണോ? അത് അവൻ വന്നപ്പോൾ അവളില്ല, അതാ ഒരു വിമിഷ്ടം. അമ്മാവന് വയ്യാത്തത് കൊണ്ടല്ലേ? അമ്മ കഴിക്കാനെടുത്തോ? ഞാൻ ഇന്ന് പോകുന്നില്ല. അർജുൻ മുകളിൽ സ്റ്റെപ്പുകൾ കയറുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. രജനി ഓക്കെ എന്നാ ഇട്ടു. അർജുൻ മുറിയിൽ ചെല്ലുമ്പോൾ ഇന്ദ്രൻ ബെഡിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് പദം പറഞ്ഞു കരയുകയാണ്. ഇന്ദ്ര, നീ ഇങ്ങനെ തുടങ്ങിയാൽ എല്ലാം കയ്യുന്നു പോവും. നോക്ക് ഇന്ദ്ര, ഇപ്പോൾ മായയെ സമാധാനിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. മദറിനും അപ്പുവും എല്ലാം അറിയാലോ. നിനക്ക് അറിയാലോ, അമ്മ കൂടി അറിഞ്ഞ അതിന് പുറകെ വരുന്ന കാര്യങ്ങൾ തടുക്കാൻ എനിക്കോ നിനക്കോ കഴിയില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പോൾ നിനക്കിട്ടും മായക്കിട്ടും പണി തന്നവർ മാറി നിന്ന് കളിക്കുന്നുണ്ടാവും. നീ ചിരിച്ചു നിൽക്കുമ്പോൾ അവൻ ആകെ സംശയത്തിലാവണം. അപ്പോൾ അവനെ നമ്മൾ പിടിക്കും. എന്നിട്ട്? അർജുൻ ഇന്ദ്രനെ നോക്കി. അവൻ്റെ കണ്ണിലെ കൗശലം ഇന്ദ്രന് മനസ്സിലായി. ഇല്ല, ഞാൻ എല്ലാം നേരിടാൻ തയ്യാറാണ്. പക്ഷേ മായ എനിക്ക് നഷ്ടമായാൽ പിന്നെ ഇന്ദ്രനില്ല. ഇല്ലടാ, അവൾ നിന്റെ അടുത്തേക്ക് വരും. ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ നിന്റെ കൂടെ നിൽക്കുന്നേ? ഇന്ദ്രൻ ചിരിച്ചു. നിരാശയുടെ ചിരി, ഒറ്റപ്പെടലിൻ്റെ ചിരി. അത്രമേൽ മായ അവനിൽ ശൂന്യതയുണ്ടാക്കിയിട്ടാണ് പോയതെന്ന് അർജുന് മനസ്സിലാക്കി.